ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ഇതുണ്ടോ, ഇന്ന് എന്നാ പരിപാടി എന്നറിയാവോ? ഞാൻ രാവിലെ വീഡിയോ എടുത്തോ? ഇല്ലല്ലോ. ഇന്ന് വീഡിയോ എടുത്തില്ലല്ലേ രാവിലെ? ഒന്നും ഓർമ്മയില്ല എനിക്ക്. ഇല്ല, എടുത്തില്ല. ഞാനേ ഇന്ന് പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല. ഇന്ന് പാചകം ഒന്നും ചെയ്യുന്നില്ല. മോരുകറിയുണ്ട്, സാമ്പാറുണ്ട്, ചിക്കൻ്റെ 3-4 കഷ്ണം കൂടെ വറക്കാനുണ്ട്. ആരണ്ണ് മതിയല്ലോ, ആഷറിന് വേണ്ടല്ലോ. പിന്നെ ആഷർ ഇന്നലെ ഓർക്കാപ്പുറത്ത് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നു. ഞാനാണെങ്കിൽ 3-4 ദിവസമായ ചോറ് കുറച്ചുകൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ അത് തിളപ്പിച്ച് ഊറ്റുമായിരുന്നേ. ഭാഗ്യത്തിന് എനിക്കും ആരണ്ണും ആഷറിനും കഴിക്കാനുണ്ടായിരുന്നു. ചിരിച്ചിരി പോരെ. പിന്നെ ആഷർ പനിക്കോളായതുകൊണ്ട് രാവിലെ കുളിക്കാതെ പോയി. അപ്പം ഉച്ചയായപ്പോഴത്തേക്കിന് വെയിലൊക്കെ തെളിഞ്ഞപ്പം പുള്ളി ഓടി വന്നതാണ് കുളിക്കാൻ വേണ്ടി. എന്നിട്ട് കുളിച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ചോറൊക്കെ ഉണ്ടിട്ടാണ് പോയത്. എന്തായാലും തികഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ചോറിട്ടു. വേറെ കറിയൊന്നും വേണ്ട. കറിയൊക്കെ ഇരിപ്പുണ്ട്. മോരുകറി, സാമ്പാറും ചിക്കൻ വറക്കാനും. മെഴുക്കോട്ടിയും തോരനൊന്നും വെക്കുന്നില്ല, ഈ പിള്ളേർ കൂട്ടുകയില്ല. പിന്നെ എല്ലാ കാര്യത്തിനും എനിക്കാണെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ ഉണക്കമീൻ ചതച്ചത്. ഞാൻ ഇന്നലെ വൈകിട്ട് ഉണക്കക്കപ്പയും ഉണക്കമീനും ചതച്ചത് കണ്ടില്ലേ? അരകല്ലെ ചതയ്ക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ആരും കാണുന്നുമില്ല. കണ്ടാൽ തന്നെ ഫുള്ള് കാണത്തുമില്ല. നമുക്കതൊക്കെ മനസ്സിലാകും. കാരണം ഞാൻ എല്ലാവരെയും പറ്റി പറയുന്നൊക്കെയുണ്ട്. ആരും അറിയുന്നേ ഇല്ല ഒന്നും. എന്നെയില്ലാട്ടല്ലേ, അതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നെ ഞാനിനി പറയത്തുമില്ല. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ പറയും. അല്ലാതെ ഇനി ഒന്നും പറയുന്നില്ല അല്ലേ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പോട്ടെ, ലീവ് ഇറ്റ്. അപ്പോൾ ഇന്നലെ വരെ മേസ്തിരി ചേട്ടനും ഒക്കെ ആയിട്ട് ഇന്നലെ നല്ല ഒരാഴ്ചയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഈ ചോർച്ച ഭയങ്കര വീടിനെ, പണ്ടത്തെ വീടല്ലേ. എന്നിട്ട് ഇന്നലെ ഒരാൾ കയറി അപ്പുറത്തെ വശത്ത്, ഞാൻ വീണത് ഡൈനിങ് ഹാളിൽ വെള്ളം കിടന്നിട്ടാണ് മിനിയാന്ന് രാത്രി. അപ്പം അവിടെ ഇന്നലെ ഒരാൾ വന്ന് ഒരു ഷീറ്റിട്ട് പടുത പോലത്തെ ഒരു ഷീറ്റിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് മഴ പെയ്തപ്പം ചോർന്നില്ല കേട്ടോ. ബാക്കി എല്ലാ മുറിയും ശകലിച്ച് ചോരുന്നുണ്ട്. അത് പിന്നെ വലിയ വിഷയമില്ല. തെന്നി വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. ഡൈനിങ് ഹാളായിരുന്നു ഭയങ്കരമായിട്ട് വെള്ളം വരുന്നത്. എന്തായാലും അത് ഇന്നലെ ശരിയാക്കി. പിന്നെ എൻ്റെ മുടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കരി പൊടിച്ചൊന്നും ആരും ചെയ്യേണ്ട, ഒരു ഗുണവും ഇല്ല. പിന്നെ ഇത് ഞാൻ ബാക്കി സാധനങ്ങൾ 6 പറഞ്ഞില്ലേ, അതിട്ടങ്ങ് ചെയ്താൽ മതി. ഇത് കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. കരി ഇട്ടിട്ടൊന്നും ഒരു മാറ്റവും വന്നില്ല. ഞാൻ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇവിടെ നിൽക്കുന്നത്. റംബുട്ടാൻ്റെ അടിയിൽ വന്ന് നിൽക്കുക. എന്നാണെന്നറിയാവോ? പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു രസം ഇവിടെ നിൽക്കാൻ. റബ്ബർ തോട്ടത്തിലെ കൊതുക് വരും. ഇവിടെയൊക്കെ പക്ഷിപ്പനി മണർകാട് ഭാഗത്തൊക്കെ. അപ്പം ചിക്കൻ വാങ്ങിക്കാൻ ഇനി പറ്റത്തില്ല. ചിക്കനൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തീർന്നിന്നും കൊണ്ട് ഇനി വാങ്ങിക്കുന്നില്ല. ഇനി കുറേ നാളത്തേക്ക് ചിക്കൻ വാങ്ങിക്കുന്നില്ല. ഞങ്ങളുടെ കോഴിയെ കണ്ടിച്ച് തിന്നാം, പക്ഷേ വളർത്തിയതിനെ കഴിക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും പിള്ളേർക്ക് എങ്ങനെയായാലും റെഡിയാക്കി. ആഷറിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞായറാഴ്ച ദിവസം ആഷറിന് ലീവല്ലേ, അപ്പം കണ്ടിച്ച് ഒരെണ്ണം കഴിച്ചോണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഷറിന് ഇപ്പോഴേ വേണ്ട, ഇച്ചിരി കൂടെ വലുതാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം വലുതാവുമ്പം ഒരു 3 കിലോ ഒക്കെ വരുമ്പോൾ കണ്ടിച്ചാലേ ഇതുള്ളൂ. ഇപ്പോൾ ഒരു 1.5 കിലോ 2 കിലോ അടുത്ത് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ നാടൻ കോഴി വേണ്ടവർ പറഞ്ഞാൽ മതി. കിലോയ്ക്ക് 200 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ കണ്ണിമാങ്ങാച്ചാറ് അത് തീരാറാകുന്നു. വേണ്ടിയവർ പറയണം. കുറച്ച് എനിക്കിരിക്കുന്ന ഓർഡറാണ്. പിന്നെ വേറെ എന്തോ പിന്നെ അച്ചാറുകളൊക്കെ പറഞ്ഞാൽ ഇട്ട് തരാം. കൊതുക് ഒരെണ്ണം കടിച്ചാൽ മതി, ദേഹം മൊത്തം എനിക്ക് ചൊറിയും. ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകാമെന്ന് പറയാം. അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങി എന്തിനാണെന്ന് പറയാം. അതായത് കോഴിക്ക് പനിയൊന്നും വരാതിരിക്കും. ഇവിടെ മണർകാട് വരെ പക്ഷിപ്പനി വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ കോഴിക്ക് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടി ആ കോഴിയെ മേടിച്ചെടുത്ത് അച്ചായൻ പറഞ്ഞായിരുന്നു. മേടിച്ചപ്പം നമ്മൾ മാസത്തിലൊന്ന് പിന്നെ ആര്യവേപ്പ്, തുളസി,
എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കഷായം വെക്കുന്നത് കാണിച്ചും തരാം. ഇപ്പം ഞാൻ ഈ ഇലകളൊക്കെ പറിക്കട്ടെ. നമ്മുടെ വീട്ടിലുണ്ട്, അച്ചായൻ പറഞ്ഞ ഇലകൾ ഫുള്ളും നമ്മുടെ വീട്ടിലുണ്ട്, ദൈവം സഹായിച്ച്. അപ്പം അതെല്ലാം ഒന്ന് പറിച്ച് വേറെ കുറച്ച് സാധനം കൂടെയൊക്കെ ചേർക്കാനുണ്ട്. എല്ലാം കൂടെ ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പം അത് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അപ്പം ഇന്ന് ഇതായിരിക്കും വീഡിയോ. പിന്നെ ഞങ്ങൾ 1 മണി കഴിയുമ്പോൾ 1 മണിയാകുമ്പോൾ പോകണം. ഇപ്പം 12 ആരണാണെങ്കിൽ ഇപ്പോൾ ഒരു 12:15 വരും. അപ്പോൾ 1 മണിയാകുമ്പോൾ എനിക്ക് കൊതുക കേട്ടോ, ഞാൻ കയറും അങ്ങോട്ട്. 1 മണിയാകുമ്പോൾ എനിക്ക് അയർക്കുന്നം വരെ ഒന്ന് പോകണമെന്നുണ്ട്. 1 മണിയാകുമ്പോൾ ഫ്രീ ആയാലേ പോകുന്നുള്ളൂ. ഫ്രീ ആയില്ലേ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് പോയില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. അയർക്കുന്നത്ത് മീൻ മേടിക്കാൻ പോവാം. കൊല്ലം ഹാർബറിൽ നിന്ന് നേരിട്ട് വെളുപ്പിനെ പോയി മീൻ കൊണ്ടുവന്നിട്ട് ഐസിടാതെ മീൻ 2 മണിക്കൂർ കൊണ്ട് വിറ്റ് തീർക്കുക. നമ്മൾ അവിടെ ചെന്ന് ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് നമ്മൾ മീൻ മേടിക്കണം. പിന്നെ എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരിടും. വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡഡ് ആവും. അപ്പം നമ്മൾക്ക് എല്ലാ ദിവസവും അവർ രാവിലെയല്ല മീൻ കൊണ്ടുവരുമ്പം അവർ എന്നൊക്കെ മീനാണെന്ന് ഗ്രൂപ്പിലിടുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെന്ന് 1 മണിക്ക് ചെന്നാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. ഒന്നിന് ചെന്നാൽ ഒരു 3 ആവും മീൻ കിട്ടാൻ തുടങ്ങുമ്പോൾ ക്യൂ നിന്ന് ടോക്കണൊക്കെ എടുത്ത്. എന്നിട്ട് 4 ആകുമ്പോൾ മീൻ തീരും 1 മണിക്കൂർ കൊണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളീഗ് ആ പ്രദേശത്തെ വീട് നാട്ടിൽ അവൻ്റെ. അപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് ഒരാഴ്ച എന്നോട് പറയുന്ന പോകണമെന്ന്. മഴയൊക്കെയാണ്ട് എനിക്ക് ഭയങ്കര മടി, ക്യൂ നിൽക്കാനും ഒക്കെ ഭയങ്കര മടി. ഒന്നാമത് എവിടെ ചെന്നാലും കൊതുക്. എനിക്കത് കാരണം. പിന്നെ ബീഡി മണം വരും. എല്ലാവരും ബീഡി പോച്ചുകൊണ്ടൊക്കെ നിൽക്കും. പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ മാസ്കൊക്കെ വെച്ച് നിൽക്കണം. ഈ പനിയൊക്കെ പിടിക്കുന്ന സമയത്ത് മീൻ മേടിക്കാൻ ലാഭത്തിൽ ചെന്ന് പനി പിടിച്ചെങ്കിൽ അതൊക്കെ കാരണം എനിക്ക് ഈ ക്യൂ ഒക്കെ ഭയങ്കര കലിപ്പാണ്. എന്നിട്ട് എന്നായാലും മീനല്ലേ. അപ്പോൾ ഇറച്ചിക്ക് ഇങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളാണ്. നമ്മൾ മീൻ മേടിച്ച് കഴിക്കാൻ. അത് നല്ല മീൻ ഫ്രഷ് കടലിൽ നിന്ന് അപ്പം തന്നെ അവർ ലേലം വിളിച്ച് മേടിക്കുന്നത്, ഇവിടെ കൊണ്ടുവരുന്ന ഐസ് ഇടാത്ത നല്ല നമുക്ക് 1 മാസമൊക്കെ ആയ മീനല്ലേ നമുക്കിവിടെ വീട്ടുമുറ്റത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതങ്ങനെ ലൈവാണെങ്കിൽ നമുക്ക് ചെന്ന് മേടിക്കാമല്ലോ. അപ്പോൾ എനിക്ക് വിശ്വാസമായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാം പൊക്കോ എന്ന് പറയാം. അപ്പോൾ കോട്ടയംകാരും പാലായ്ക്ക് കോട്ടയത്തിന് അടുത്തുള്ള കിടങ്ങൂർ അങ്ങനെയുള്ളവരും ഒക്കെ വന്ന് പിന്നെ ചേർപ്പുങ്കലൊക്കെ ഉള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. മുംബൈ ചൈൻസും ഒക്കെ വന്ന് വാങ്ങിക്കാം കേട്ടോ. നല്ല ഞാൻ ചെന്നിട്ട് എനിക്ക് വിശ്വാസമായെങ്കിൽ ഞാൻ പറയാമേ. പിന്നെ അന്നേരം നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അത്രയും വീഡിയോസൊക്കെ ഇന്ന് കാണുകയുള്ളൂ. പ്രാർത്ഥിക്കുക. നല്ല മീനാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനേ ഇല പറിക്കട്ടെ. ആദ്യമേ പറിക്കേണ്ടത് തുളസി. താ ചേർത്തൊരു പേര് പറയാവോ? തുളസി കേട്ടിട്ടില്ലേ സിനിമയ്ക്കകത്ത് പറയുന്നത്? ചിരിച്ചിടപാട് തീരും. അപ്പം നമുക്ക് തുളസിയായി. തുളസിയല്ല കേട്ടോ, തുളസി. പുക. ഞാൻ പൊഹ എന്നായിരുന്നു പറയുന്നത്. പൊഹ. എൻ്റെ കൂട്ടുകാരി, എൻ്റെ കൊളീഗ്സൊക്കെ എന്നെ കളിയാക്കി. അത് ഞാൻ പുക എന്ന് പറയാൻ ആയി. നമ്മളെല്ലാവരും പെട്ടെന്ന് പൊഹ എന്ന് പറയത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലതായിട്ട് ഇച്ചിരി തുളസി എടുക്കാം. തുളസി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ നട്ടുപിടിപ്പിക്കുന്നൊന്നുമല്ല. ഇവിടെ ഭയങ്കരമായിട്ട് കാട് പോലെ വളരും. നമുക്ക് തുളസി എപ്പോഴും ഉണ്ട്. കൊതുക് അയ്യോ എൻ്റെ പൊന്നോ, അകത്ത് കയറത്തില്ല കേട്ടോ. അകത്തെല്ലാം നെറ്റടിച്ചേക്കും. അപ്പോൾ ഇത്രയും മതിയായിരിക്കും. അത്രയും കോഴിയില്ല, അപ്പോൾ കുറച്ചുകൂടെ വേണം അല്ലേ? വെള്ളത്തിന് നല്ല ഇത് വരണ്ടേ. തുളസി. ഇനി അടുത്തത് എന്തോ ആയിരുന്നു പറഞ്ഞേ? തുളസി ഇച്ചിരി കൂടുതലിരിക്കട്ടെ അല്ലേ? അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ. വാട്ടർ ടാങ്ക് കഴുകാൻ എന്നെ കാണിക്കാം അല്ലേ? ചുമ്മാ നിങ്ങൾക്ക് ദേഷ്യം വരത്തില്ലേ? വാട്ടർ ടാങ്ക് കഴുകാനായിട്ടൊരു ചേട്ടൻ വരാമെന്ന് പറഞ്ഞ്, നമ്മുടെ ഇന്നലത്തെ മേസ്തിരി ചേട്ടൻ വരാമെന്ന് പറഞ്ഞേ നേരം. പക്ഷേ രാവിലെ തൊട്ട് മഴയായതുകൊണ്ട് എൻ്റെ മുടി ഉണ്ടോ ബ്രൗൺ കളറല്ലേ. അപ്പോൾ
രാവിലെ രാവിലെ തൊട്ട് മഴയായതുകൊണ്ട് ഇപ്പോഴാണ് ഒന്ന് വെയിൽ തെളിഞ്ഞതേ. അതുകൊണ്ട് ഇനിയിപ്പം ആ ചേട്ടനെ കിട്ടത്തില്ല. എന്നിട്ട് ഇനി ഇതേ ആര്യവേപ്പ് കാണാവോ, ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ. തേനീച്ചും ഉണ്ട് കേട്ടോ, കുഞ്ഞി തേനീച്ച. എൻ്റെ ഫോണിലും ഇരിക്കുന്നു, എൻ്റെ കയ്യിലും ഇരിക്കുന്നു. ഇതിനെ എങ്ങനെയും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്താൽ ചെറുതാൻ കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ മൂന്നാറ് പോലാന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, അതാണ്. പനിക്കൂർക്കല വേണ്ടേ, എല്ലാ സംഗതിയും നമുക്ക് ഉണ്ട്. പനിക്കൂർക്കല ഇച്ചിരി കൂടെ ഇടാം, പനി വരാതിരിക്കട്ടെ. ഈ വെള്ളം നമ്മളും കുടിച്ചോളാനാ ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കൊതുക് കടിച്ചു. ഇനി മുരിങ്ങയില കേട്ടോ, മുരിങ്ങയില. അയ്യോ, ആരാണ് ഇന്നലെ കിടന്ന് എന്തൊരു ബഹളമായിരുന്നു ഈ മുരിങ്ങ വെട്ടാൻ. ഈ പിള്ളേർക്ക് ഈ മുരിങ്ങയോടാണ് ഞാൻ ഇത്ര ഇവിടെ നിൽക്കുന്നപ്പോൾ അവർക്ക് കാറ് തിരിക്കുമ്പം ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഇത് വെട്ടുന്ന പ്രശ്നമില്ല, ഇതുപോലെ ഓരോ ആവശ്യങ്ങൾ വരുമ്പം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കളയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ബഹളമാണ് കിടന്ന് ഇത് വെട്ടാൻ. ഇന്നലെ വൈകുന്നേരം ഞാനും ആരണം കൂടെ നല്ല വഴക്കായിരുന്നു. എന്തിനിങ്ങനെ വെട്ടിക്കളയുന്നില്ല. തേനീച്ച, കൊതുക്, തേനീച്ച എല്ലാം കൂടെ ആകുമ്പം ഇന്നലെ ഗ്രോ ബാഗെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചു. പയറിന് വള്ളിയും കയറ്റി രണ്ട് കാലിൻ്റെ മുട്ടിന് കീഴോട്ട് കുത്തിപ്പൊളിച്ച് കൊതുക് തേനീച്ച കുത്തുന്നു. ഓളാ, അയ്യോ കയറട്ടെ, വേറെ സാധനമൊക്കെ എടുക്കണം. മുരിങ്ങയില. അയ്യോ, ഇവിടെ തേനീച്ചയുണ്ട്, കൊതുകുണ്ട്, ഞാൻ കയറുക. അയ്യോ, സ്പീഡിൽ നടന്നാൽ വീഴുകയും ചെയ്യും. ഞാൻ അകത്ത് കയറി വന്നേ. പാൻ്റെല്ലാം പൊക്കി വെച്ചിട്ട് ഞാനൊന്ന് ചുറിയോട്ടെ. കയ്യെ തേനീച്ച കടിച്ചു, കാലെ കൊതു കടിച്ചു. അപ്പോൾ കഷായത്തിനുള്ള ഇലകളും സാധനങ്ങളും റെഡി. ഇലകൾ പനിക്കൂർക്കല, ഇത്ര ആര്യവേപ്പ്, ഒത്തിരി ആയാൽ അതുങ്ങൾക്ക് കഴിക്കും. പിന്നെ തുളസി ഇച്ചിരി ഏറെ ഉണ്ട്. പനിക്കൂർക്കല ഇത്ര ഇട്ടുള്ളൂ, ഒരുപാടില്ല. അപ്പം നമുക്ക് ആഴ്ച ഒരു ദിവസം 3 നേരം വെച്ച് മാസത്തിലൊന്ന് കൊടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത്ര എടുത്തുള്ളൂ പനിക്കൂർക്കല. വേണ്ടേ, ആര്യവേപ്പ്, പനിക്കൂർക്കല, തുളസി, മുരിങ്ങയില, പിന്നെ ചുക്ക്, ജീരകം, അയമോദകം, കട്ടൻകാപ്പിപ്പൊടി, ഇഞ്ചി, കരിപ്പെട്ടി, മഞ്ഞൾ. കണ്ടോ എന്നാക്കിയാന്ന് നോക്കി. ചുക്ക്, ജീരകം, അയമോദകം, കട്ടൻ കാപ്പിപ്പൊടി, ഇഞ്ചി, കരിപ്പെട്ടി, മഞ്ഞൾ, ഇതെല്ലാം കൂടി ഇട്ട് ഇതിനകത്ത് ഇട്ട് തിളപ്പിച്ച് പറ്റി ഇതിൻ്റെ പകുതിയാക്കി എടുക്കണം. അപ്പോൾ എനിക്ക് 3 തട്ട് നിറച്ച് കോഴിയില്ലേ, അപ്പോൾ അത്രയും കോഴിക്കും കൊടുക്കണ്ടേ. അപ്പോൾ ഞാനിത് ആറിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി വെക്കും. കുറേശ്ശെ അവർക്ക് 3 നേരം കൊടുക്കും, അങ്ങനെ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. 15 ദിവസം കൂടുമ്പോൾ, അതായത് മാസത്തിൽ 2 പ്രാവശ്യം കേട്ടോ, മാസത്തിൽ 1 അല്ല 2 പ്രാവശ്യം. ഞാൻ ശ്രദ്ധിച്ചില്ല, എഴുതി വെച്ചതേ, സോറിയേ. പിന്നെ എന്നിട്ട് 3 നേരം കൊടുത്തോണം, മാസത്തിൽ 2 പ്രാവശ്യം. അപ്പം ഇന്ന് കൊടുത്താൽ ഇനി 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് കൊടുക്കുക, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഓക്കെ, ശരി. ഞാൻ രാവിലെ പറഞ്ഞില്ലേ മീൻ മേടിക്കാൻ പോകുമെന്ന് പറഞ്ഞില്ലേ. മീൻ മേടിക്കാനായിട്ട് പോയപ്പം അവിടെ ഞാൻ പറഞ്ഞല്ലോ കടലിലോട്ട് ഇപ്പം വിടുന്നില്ല, ആളെ വിടുന്നില്ല. അതുകൊണ്ട് അവരിന്ന് കുറച്ച് ദിവസമായി, 2-3 ദിവസമായിട്ട് മീൻ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നിട്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ
വീടിൻ്റെ അവിടെ ആറുണ്ട്, പള്ളിയുടെ പുതുപ്പള്ളി പള്ളിയുടെ താഴെ ഓപ്പോസിറ്റായിട്ട്. ആ ആറിൻ്റെ അവിടെ ഇങ്ങനെ വലയിട്ട് വീശി ആൾക്കാർ പുല്ലന് റോഗു ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. എന്നിട്ട് ഇന്ന് അതില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടെയുള്ള അടുത്തടുത്ത് താമസിക്കുന്ന വീട്ടുകാരത് മേടിച്ചിട്ട് അത് വിൽക്കുന്നുണ്ട്. അപ്പം ആരണ്യം വലയിട്ടിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വലയിട്ടിട്ട് അത് പിടിച്ചവിടെ ഇങ്ങനെ പിടയ്ക്കുന്ന മീൻ വിൽക്കുന്നുണ്ട്. അപ്പം ആരണ്യം ഓട്ടോച്ചേട്ടനെയും കൂടെ ഞാൻ വിട്ടു. പുതുപ്പള്ളിയിൽ പോയപ്പോൾ ഞാൻ പോയില്ല കേട്ടോ. അപ്പം ഇവർ പോയി മേടിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടോ, നമ്മളുടെ ഈ ഫ്രീസർ ബാഗില്ല ഇങ്ങനെ, അതായത് മീൻ മേടിക്കുന്ന ബാഗ് ഇത് അഴുക്കാകാതെ എത്ര നേരം വേണേലും ഇരിക്കും. അപ്പോൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് ഇപ്പം ആരൻ വന്നു. ഞാനത് കുടഞ്ഞിടാൻ പോവാം സിങ്കിലോട്ട്. എന്നിട്ട് വെട്ടി കയറ്റി വെക്കണം. എൻ്റെ പൊന്നു വേണ്ട നീ വെട്ടണ്ടേ, ഞാൻ കാണിക്കാം. അപ്പം ഇത് റോഗുവാ. ഇത് ഇങ്ങനെ ഇട്ട് കാണിക്കാം അല്ലേ, ഇവിടെ ഇട്ട് ഇവിടോട്ട് ഇട്ട് കാണിക്കാം. ഇതിന് ജീവനുണ്ടോ? ഓ താഴോട്ട് അപ്പം കാണിക്ക്. പൊക്കി കാണിക്കും. പിന്നോ ഞാൻ പിടിക്കാൻ ഇനി മാറി പേടിയാണ്. ആഹാ, അതിന് ഇത്ര പേടി? തെന്നിപ്പോ അത്രേ ഉള്ളൂ. ഇതുണ്ടോ, കാണാവോ? നോക്കി കാണത്തില്ലേ? കാണിക്ക്. ഇതാണ് റോഗു. എത്രയിലായിരുന്നു? 2.25. 2.25 എത്രയായിരുന്നു? 450 അല്ലേ? 450. ഇത് ഇവർക്ക് ഗ്രില്ല് ചെയ്യാനാണ്. അത് കാരണം ഞാൻ ഇതങ്ങ് എടുത്ത് അതുപോലെ വെക്കും. ഇതിനകത്തിട്ടേക്കട്ടെ, ഫ്രീസറിൽ കയറ്റാം. ഫ്രീസറിലോ വെട്ടുന്നില്ലേ? വെട്ടി ഫ്രീസറിൽ വെക്കാം. അല്ല, ഗ്രില്ല് ചെയ്യുന്ന അവനല്ലേ, അവൻ ഞായറാഴ്ച വെട്ടിക്കോളൂ. എൻ്റെ കൈ കളയാൻ പറ്റും ഇത്രയും വെട്ടിയാ കേട്ടോ. ഇതിങ്ങനെ പൊക്കി പിടിച്ച്. എനിക്ക് പുല്ലൻ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു ഫ്രീസറിൽ വെക്കാം. പുല്ലൻ തന്നെ എനിക്ക് ഒത്തിരി ഉണ്ട്. അന്നേരം പിന്നെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിക്കണോ? നല്ല ഫ്രഷ്നെസ് പോകും. അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു തരാം. നേരെ പിടിച്ചു. അല്ല, വെള്ളം ഒഴിക്കുമ്പോ ഇപ്പൊ ഫ്രീസറിൽ ലീക്കായി വരുമല്ലേ? എവിടെ ലീക്കാകാതെ നോക്കിക്കേ, അല്ലെങ്കിൽ ഫ്രീസറിലെല്ലാം ലീക്കാകും. അങ്ങനെയല്ല, മേളിൽ കൂടെ തിരിച്ചല്ല വെക്കുന്നത്. അത് ഞാൻ രീതി വെച്ചോളാം. മതിയല്ലോ, ഒഴി ഒത്തിരി വേണ്ട. പോരെ? സുരുണോടെ മതി. ക്ലിപ്പിട്ടേ നോക്കി. കോഴിക്ക് ഞാൻ കഷായം ഉണ്ടാക്കി. ഇനി അത് തണുത്തിട്ട് കൊടുക്കണം. ലീക്കാവോന്നൊന്ന് നോക്കി. അതുകൊണ്ട് എയറുണ്ടല്ലോ, എയർ വരാൻ പാടില്ല. ലീക്കായ അവിടെ ഒന്നും ആകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പുല്ല് ഇത്രയും സാധനത്തിന് 100 രൂപ. 1 കിലോ. 1 കിലോ അല്ലേ കുഞ്ഞു? അല്ല, പുല്ലൻ 2 കിലോ. 2 കിലോ 200 രൂപ. പക്ഷെ ഇന്നലെ അവിടെ 2.5 കിലോയ്ക്ക് 100 രൂപയായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ വരവ് തുടങ്ങിയോണ്ടായിരിക്കും. ഇതുണ്ടോ ചെകിള ഇതാവുന്നത് ഉണ്ടോ? ജീവനുണ്ട്, തുടിക്കുന്നതുണ്ടോ? പാവം. അത് ലാസ്റ്റ് വെട്ടാം. ഞാൻ എത്ര നാൾ കൂടിയാണെന്നറിയാം മീൻ വെട്ടുന്നത്. കാരണം ഈ വെട്ടി മേടിക്കുന്നതാരണേ. ഈ അടുപ്പിൽ നിന്ന് ഇച്ചിരി ചാരം എടുക്കട്ടെ. വെട്ടി മേടിക്കുന്നതാരണേ ചാരം ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ കളഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം വാരി തെങ്ങിനിട്ട് ചാരം. അത് കാരണം ഇപ്പം ശക്കലേ ഉള്ളൂ. നന്നായി ഇത്രയിലും ഉണ്ടല്ലോ. ഇതിങ്ങനെ കൈ ഒന്ന് മുക്കാനോ, അല്ലെങ്കിൽ കൈയല്ല, ഇങ്ങനെ ഒന്ന് മുക്കാനോ. ഒത്തിരി മുക്കാനില്ല, ഇച്ചിരി മതി, ഒന്ന് തെന്നാതെ. അല്ലെങ്കിലേ ഒന്ന് ജസ്റ്റ് ഒന്ന്
ഇവിടോട്ട് വെട്ടാം. ഇവിടോട്ടിടാം, അല്ലെങ്കിൽ സിങ്ക് ബ്ലോക്ക് ആവും. ഇനിയിപ്പോൾ ഇത് അലക്കുകല്ലെ കൊണ്ട് പിന്നെ ഇതാക്കണം, അലക്കുകല്ലെ കൊണ്ട് ഉരയ്ക്കണം, എന്നാലേ നല്ല വെളുക്കുള്ളൂ. ഇതുണ്ട്, ഇത് ഇങ്ങനെ നല്ല ചെതുമ്പലെല്ലാം കളയണം. ഇത്ര വർഷം കൂടിയാ മീൻ വെട്ടുന്നേ. ഈയിടെ നമ്മുടെ വീടിൻ്റെ വാതുക്കെ ഈ കൊണ്ടുതരുന്ന മീൻ കൊച്ചനുണ്ടായിരുന്നു, ഷിജു. അവൻ രാവിലെ 6 മണിയാകുമ്പം ഇവിടെ കൊണ്ടുതരുവേ. അവൻ്റേത് വെട്ടാതെ തരുന്നത്, അപ്പം ഞാൻ വെട്ടുമായിരുന്നു. പിന്നെ എനിക്കങ്ങ് മേലെപ്പോഴും ഇങ്ങനെ വെട്ടി എൻ്റെ ഇടപാട് തീരുമായിരുന്നു. പൂച്ച വരുന്നതുണ്ടോ, മണം അടിച്ച്. എന്നാ ഫ്രഷ് മീനാണ്, പിടയ്ക്കുന്ന മീൻ. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ശ്വാസം നിലച്ചു. ആരൻ എന്നെ വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു പിടയ്ക്കുന്നത്. മോനെ ആ കഥ അടിച്ച് കൊതു അങ്ങോട്ട് കയറും. അതൊക്കെ ലൈറ്റ് ഇട്ടോ. അപ്പം ഇത് കല്ലേൽ ഉരയ്ക്കണം കുഞ്ഞു, എന്നാലേ അതൊരു സുഖമാകത്തുള്ളൂ. നല്ല വൈറ്റ് കളറ്. ചെതുമ്പല് കളഞ്ഞു, കത്തിക്ക് ചെതുമ്പല് കളഞ്ഞു. ഇതിപ്പോൾ പെട്ടെന്ന് വെട്ടാം. അത്ര വലുതല്ല, ഭയങ്കര വലുതാന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അങ്ങനെയാണ് വഴിയിലിരിക്കുന്നവരുടെ അത് പിന്നെ ചത്തായതുകൊണ്ട് ചീഞ്ഞാണോ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ഇയാൾ മിടുക്കനെ, അയാൾ വെള്ളത്തിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ ചത്തു പോകാതെ. വലയിട്ട് പിടിച്ചതായിരുന്നോ? കൈക്ക് നല്ല പണിയായിരിക്കും, കൈ വേദന എടുക്കും ഈ ഒത്തിരി കത്രിക ഇങ്ങനെ വെട്ടുമ്പോഴേ. സാരമില്ല. നമ്മുടെ ജയാസ് ഇന്നലെ പുല്ലം വെട്ടി. മഴയൊക്കെ ഇല്ലേ, ചേര് വിറകൊന്നും ഇല്ലെങ്കിലും ചുമ്മാ ഒന്ന് വീടൊക്കെ പുകയ്ക്കുന്നതല്ല. അല്ലെങ്കിൽ പുക കിട്ടുമ്പോൾ ഉണ്ടല്ലോ, പുക കിട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ലതായിട്ട് വീടിനൊരു ഇതൊക്കെ വരും. മഴക്കാലത്തൊരു ചൂടൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും പൂപ്പലൊക്കെ പിടിച്ചിരിക്കും. ഇന്ന് തൊട്ട് ആ പരിപാടി തുടങ്ങി. വിറകെല്ലാം ഇഷ്ടം പോലെ ഇരിക്കുന്നത്. പുല്ലൻ മുഴുവൻ വെട്ടിക്കഴിഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നോ, അരച്ച് പുരട്ടി ഫ്രീസറിൽ കയറ്റി. ഇനി കുളിക്കാൻ പോവാം. അതിന് മുമ്പ് കട്ടൻ കാപ്പിയും ഒരു ശക്കല അവലുവള ചെരുപ്പുണ്ടായിരുന്നു, അതും പാളയം കൂടെ പഴവും കൂടെ ഇട്ട് കുഴച്ച് കട്ടൻ കാപ്പിയും കൂടെ കഴിച്ചിട്ട് കുളിക്കാൻ പോകും. കുളിച്ചിട്ട് സന്ധ്യപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 5:30 ആയതേ ഉള്ളൂ. 7 മണിയാകുമ്പോൾ സന്ധ്യപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ചോറും സാമ്പാറും പുല്ലൻ വറുത്തതും കഴിക്കും. റോഗു ആരനെടുത്ത് അതേപോലെ ആ ബാഗിലെടുത്ത് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച അവർക്ക് ഗ്രില്ല് ചെയ്യാനാണ്. ഞായറാഴ്ച ആഷറിന് ജോലിയില്ലല്ലോ, ചർച്ചിൽ പോയിട്ട് വന്ന് വൈകിട്ട് ഫ്രീ അല്ലേ. അങ്ങനെ വെള്ളം കയറി തുടങ്ങിയല്ലേ ചെറുതായി.
ആഹാ. ഇവിടെ എവിടെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ, അപ്പച്ചൻ്റെ ചൂണ്ട വീശും. എൻ്റെ വല നെയ്ത് കഴിഞ്ഞില്ല, അടി തീർന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ചത്തു പോകും. രണ്ട് കിലോ മേലുണ്ട് ആ ഒരെണ്ണം അല്ലേ? അപ്പം അതിനൊരെണ്ണത്തിന് 2 കിലോ 200, 400 വരുമല്ലേ? കൂടി പോയി 600 കൂടിപ്പോയാൽ വരുമോ ഈ റോഹുവിന്? 600 രൂപ. ആ, ഒരു 500 നിൽക്കും അല്ലേ? ഒന്ന് പൊക്കാവോ? ഇന്ന് പൊക്കി എടുക്കാവോ? ഇത് ഈ വലയെന്ന് പിടിച്ചല്ലേ? ആ, ഞാനിപ്പോ കറി വെക്കാനായിട്ടാ എടുത്തു. അതുകൊണ്ട് ഒരു മീൻ ഇറങ്ങി വന്നു. 200 രൂപ ഒരു കിലോയ്ക്ക്. അല്ല തൂക്കുമ്പോഴത്തെ 2 കിലോ അല്ല തൂക്കാൻ പോകുന്നത്, 2 കിലോയ്ക്ക് മേളിലുണ്ടെന്നാ പറഞ്ഞത്. പുല്ലന് മുഴുത്ത പുല്ലനാണ് എടുക്കേണ്ടത്. പുല്ലന് എത്രയാണ് മേടിക്കണ്ടേ? 1 കിലോ മതി. പുല്ലനൊന്നും ആ രോഗം എടുക്കാനാ പറഞ്ഞത്. അമ്മ കൊടുത്താണ്. ഹലോ അമ്മേ, ആ പുല്ലൻ 1 കിലോയും റോഹു അങ്ങ് എടുത്തേക്കട്ടെ. പൈസ ഇല്ലല്ലോ, അത് എന്തോ ഗൂഗിൾ പേ അല്ലേ ഉള്ളൂ, പൈസ ഉണ്ട്. ആ അമ്മേ, ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല, പൈസയാ. മനുഷ്യങ്ങളെ പൈസ ഇല്ല, ഒന്നുമില്ല. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആ, എന്നാ മനുഷ്യങ്ങൾ പോയി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. ആ റോഹു മൊത്തം. ആ, ഓക്കെ. ആ, ഒരെണ്ണേ ഉള്ളു പുല്ലനും. ആ, മേടിക്കാം. ഓക്കെ. ആ, ഞാൻ ചാച്ചയെ വിളിച്ചായിരുന്നു. ആ, മേടിച്ചേക്കാം. ആ, ഓക്കെ. ആ, മീൻ കൊള്ളത്തില്ല. ഇത് നല്ല പെടയ്ക്കുന്ന, വേണ്ട ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. ആ, എടുത്തോണ്ട് വേറെ ഇല്ല. പുല്ലനും റോഹും ഉള്ളു ചേട്ടാ. ആ രണ്ടെണ്ണേ ഉള്ളമ്മേ. ഓക്കെ. ആ, ഞങ്ങളെ ഈ റോഹുവും പിന്നെ 2 കിലോ പുല്ലന്. ആ, ഒരു ബാഗുണ്ട്, അതെടുത്തിട്ട് വരാവേ. വീശുന്നതിനൊന്നും അപ്പം ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? വീശുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ? അല്ല, ഈ മറ്റേ ഫൈനുണ്ടെന്നും പോലീസിൻ്റെ പരിപാടി, അതൊന്നും കുഴപ്പമില്ലല്ലോ? ആ, വീശുന്നതിന് കുഴപ്പമില്ല. ആഹാ, പക്ഷെ വീശുന്നതാണോ? ആഹാ, എൻ്റെ അപ്പച്ചൻ ഈ വലയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ടേ. ആ,
എൻ്റെ അപ്പച്ചനും വല ഉണ്ടാക്കുന്ന ഇതുണ്ടായിരുന്നു. എന്തോ ഇപ്പോഴും ഞാൻ വല കിട്ടും. ആ കൈ മരയ്ക്കുന്നോണ്ട് ഒരു പൊടി പോലെ കെട്ടിക്കിട്ടു. ആഹാ അടിപൊളി. സീറോ. ആ 2.5 കിലോ. 2.25 കിലോ. 2.25. ആ അപ്പം 400 500 ഒരു 500 അല്ലേ? 450. അങ്ങനെ മനുഷ്യങ്ങൾ 500 ആണോ? 450. ഓക്കെ. പുല്ലൻ 2 കിലോ. കവർ എടുത്തു. ആ ഞാൻ എടുത്തിട്ട് വരാം. ആ ഓക്കെ. ഈ സമയമൊക്കെ ആകുമ്പോൾ വീശിയ കിട്ടുള്ളല്ലേ? അപ്പോൾ ഇങ്ങനെ കൂടെ ഉണ്ടാക്കി ഇട്ടേക്കുവാണോ അതോ? ആ പണ്ടൊക്കെ ഞാനും വീശി എടുത്തു. ആ ഒരു വലയ്ക്ക് 2 ഇപ്പം അന്നേരം തടവലുണ്ടോ? ആ ഇപ്പൊ തടയാനൊക്കെ. ആഹാ അതിനുമ്പോ കരോട്ട് കൂട്ടുകാരൻ ഞാനും കൂടെ ആഹാ തടവല കെട്ടി ആ വാള പിടിക്കും. ഓഹോ റോഹു നല്ല മീനല്ലേ? ഇത് ഇതിലും നല്ല വലിപ്പം വരുമല്ലേ? പിന്നെ ആണ്ട് അത് കിടക്കും. ആ ഇത് കൊടുക്കാനായിട്ടൊക്കെ നല്ലല്ലേ? ആഹാ ഇതിൻ്റെ വയറ് വീർത്തിരിക്കും. എന്തോ എന്നുവെച്ചാ ഓ ആ ആഹാ മുട്ട കണ്ടോന്ന് നമുക്ക് അറിയാൻ മേല. ആഹാ പുല്ലനി കുറേ മറ്റേ മുള്ളുള്ള മീനല്ലേ? ആ കുറേയൊക്കെ മുള്ളുണ്ട്. അതിനെ ചെരിച്ച് ആ നാരങ്ങാ നീര്. ആ നാരങ്ങാ നീരല്ലേ? 2 കൈകൊണ്ട് പിടിക്കണം. ആ അന്നേരം ഒരു മുള്ളും ഇല്ലാതെ പൊടിക്കും. ആഹാ മൂക്ക പൊടിക്കും. ആഹാ അടിപൊളി. കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാം. പിള്ളേരുണ്ടോ? അല്ലെന്നേ അതിനുള്ള മറുപടിയായി പറഞ്ഞു. നാരങ്ങാ നീര് ഒഴിക്കണം അല്ലേ? വറക്കുന്ന സമയത്ത് വറക്കുന്നതിന് മുമ്പ് നാരങ്ങാ നീര് ഒഴിച്ചിട്ട് വറക്കണം. ഒഴിച്ച് എല്ലാ കൂട്ടുകാരും കൂട്ടി ആ എല്ലാം തേച്ച് കഴുകിച്ച് ആ ചെയ്യുള്ളൂ. ആ എന്നിട്ട് കുറെ നേരം അവിടെ വെച്ചാൽ ആ എന്നിട്ട് എല്ലാം തേച്ച് വരട്ടി അവിടെ ആ തേച്ച് വറക്കണം. ഓക്കെ. നമുക്ക് അങ്ങനത്തെ പരിപാടി ഈ ചൂണ്ടയിട്ടാ പുല്ലിനെയൊക്കെ കിട്ടും. ഇപ്പൊ കിട്ടുക. ആഹാ ഇപ്പൊ കിട്ടുകയെന്ന് പറഞ്ഞാൽ വെള്ളം തെളിയുമ്പോൾ വെള്ളം ഒഴുക്ക് നിന്ന് കഴിയുമ്പോൾ കിട്ടും. ഈ ഒഴുക്കിന് നല്ല ആ ഇത് രണ്ടിനകത്ത് ഏതിനകത്ത് വേണേലും ഇട്ടാ. ഇതിനകത്ത് എന്നാ റോഹുവിന് നോക്കല്ലേ? എന്തോ ആ ഞങ്ങൾ അങ്ങനെയാ ഒഴിച്ച് കറി വെക്കും. തേര് നടക്കുകയല്ല. ആ ഇതിന് വെള്ള സംഭവം അതായത് അത് സാരമില്ല. പനിയായിട്ടില്ല. ആ പനിഞ്ഞ് പോയത് ആഹാ ഇത് കടിച്ചല്ലേ പോയത്. തന്നെ വിധി ആ ഒക്കെ കിടന്നു. പഴയതുപോലെ അല്ല. ഞാൻ ചാകാൻ വേണ്ടി വെച്ചിരിക്കുന്ന അതിനല്ലേ? അല്ലെങ്കിൽ പൊളിക്കാൻ പാടാം. ആ ഇത് എത്ര നേരം നിൽക്കും വെളിയിൽ? വീട്ടിൽ ചെന്നിട്ട് അതുപോലെ തന്നെ പുറത്തിട്ട് കഴിഞ്ഞു. ആ പിന്നെ ഒരു അടി കൊടുത്തോ ഇത് ഒരു മുട്ട. ഓക്കെ. അതുപോലെ പൊട്ടിക്കാവുന്ന കൂടാണ്. എന്തോ പൊട്ടുവോ? ഇല്ല ഇതിനകത്ത് കയറ്റാം. ഒരു മിനിറ്റ്.